അരുൺ സാർ, താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് ബാക്കിൽ ഒരു വുഡ് കോംപ്ലക്സ് ഉണ്ടായിരുന്നു, എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അബ്ദുൾ റഷീദ്, അപ്പുറത്താണ് വുഡ് കോംപ്ലക്സ്. എന്താണ് വുഡ് കോംപ്ലക്സിന്റെ പ്രത്യേകത? ഇതാണ് ഫസ്റ്റ്, ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ഇതിന് ശേഷമാണ് അങ്ങോട്ട് മാറിയത്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് കവാടം. കനോലി പ്ലോട്ടിന്റെ പഴയ കവാടാണത്. പുതിയ കവാടം അപ്പുറത്താണ്. ഇന്ന് അവിടെ എന്താ വെച്ചാൽ ലേലം വിളി നടക്കാൻ പോവുകയാണ്. നിലമ്പൂർ തേക്ക് ഇക്കോ ടൂറിസത്തിന്റെ മെയിൻ ഗേറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റിലെ കവാടാണ് വുഡ് കോംപ്ലക്സിന്റെ ഫസ്റ്റ് കവാടം. കനോലി എക്കോ ടൂറിസം സെന്ററിന്റെ പുതിയ കവാടാണ്. ഇനി ഇതുവഴിയായിരിക്കും ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കിൻ തോട്ടം കാണണമെങ്കിൽ ഇപ്പൊ ജങ്കാർ സർവീസ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതുവഴി കടന്നു പോവാം. ഇത് എത്ര മണിക്ക് തുറക്കും? ഇത് രാവിലെ 9 മണിക്ക് 9 മണിക്ക് തുറക്കും. അപ്പൊ നമുക്ക് ജങ്കാർ സർവീസിൽ നോക്കാം അല്ലേ? നടക്കുന്നില്ല, സമയത്തിന്റെ ഒരു പ്രശ്നമാണ്. അഷ്കറാണ് നമ്മുടെ ടൂർ ഓപ്പറേറ്റർ. അപ്പൊ അഷ്കർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇന്ന് പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആ കണ്ണോളി കാണേണ്ട കാഴ്ചയാണ്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച അന്നത്തെ കാലത്ത് നട്ട തേക്കുകളാണ് ഇന്ന് മുറിച്ചു മാറ്റുന്നത്. കളക്ടറായിരുന്നു ഏറ്റവും വിലപിടിപ്പുള്ള തേക്കാണ് ഇന്നും കേരളത്തിൽ നിലമ്പൂർ തേക്ക്. അതിനെ വെല്ലാനൊരു തേക്ക് ഇന്നും ഇല്ല. ഒരുപാട് ഫർണിച്ചർ കടക്കാരുണ്ട്. ഇതിന്റെ വ്യാജനം ഇറങ്ങുന്നുണ്ട് ഒറിജിനലിനെ പോലെ തന്നെ. പക്ഷേ നിലമ്പൂർ തേക്ക് എന്ന് പറഞ്ഞാൽ ഇന്നും കേരളത്തിന് പുറത്തും വിദേശ രാജ്യത്തേക്കടക്കം നിർമ്മിക്കുന്നതിനടക്കം ഉപയോഗിക്കുന്നത് നിലമ്പൂർ തേക്കുകൾ. വില